ഈ അടുത്ത യുദ്ധത്തിൽ പലസ്തീന ഇല്ലാതായി. ഗസയുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ശവപ്പുറമ്പാണ്, അതല്ലാണ്ട് വേറെ അതിന് പ്രത്യേകത എന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ ഇസ്രായേലിനൊരു മേധാവിത്വം ഉണ്ടായിരുന്നു, ഒരു ഡോമിനൻറ്റ് പൊസിഷൻ. പക്ഷേ ഇസ്രായേൽ അമേരിക്കയെ സുഖിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് കേട്ടുകൊണ്ട് ഇറാനിൽ ആക്രമണം നടത്തുകയാണ് ചെയ്തത്. ഇറാനിനെ ആക്രമിച്ചതിനുള്ള കാരണം എന്താണ്? അവർ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പോകുന്നത്, അണ്വായുധ നിർമ്മിതിക്ക് പോകും. ആറ്റം ബോംബ് ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങളാണ് ആറ്റം ബോംബ് നിർമ്മിക്കുന്നത്. അവരൊക്കെ പോയി ഇവർ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ആറ്റം ബോംബ് ഒരു രാജ്യം ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ആ രാജ്യം ആക്രമിക്കപ്പെടാൻ പാടുണ്ടോ? ഇല്ല. അത് ഓരോരുത്തരുടെയും അവകാശമാണ്, അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. അവർ ആറ്റം ബോംബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു ഭീഷണിയാണെന്നുള്ളത് ശരിയാണ്. അത് എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്. കാരണം എല്ലാ രാഷ്ട്രങ്ങളുടെ കയ്യിൽ ഇത് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്. അപ്പം പിന്നെ രണ്ടാമത് റഷ്യ. അപ്പോൾ ഈ റഷ്യയും അമേരിക്കയും ഒരു കാലത്ത് ആയുധ നിർമ്മാണ പന്തയത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് അമേരിക്കയോ അതേപോലെ തന്നെ റഷ്യയോ ആരും ആക്രമിക്കുന്നില്ല. ഭയപ്പെട്ടിട്ട് തന്നെയാണ്. അവരാക്രമിച്ചു കഴിഞ്ഞാൽ അവർ ആറ്റം ബോംബ് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നാഗസാക്കിയും ഹിരോഷിമയും ലോകത്തിന് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ആറ്റം ബോംബ് വീഴാൻ ആരും ആഗ്രഹിക്കുന്നില്ല, ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയും അത് അമേരിക്കയുടെ കൽപ്പനയ്ക്കനുസരിച്ച് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.